നമസ്കാരം. സണ്ണി സീഡ്സ് PSC ക്ലാസ്സിലേക്ക് സ്വാഗതം. മാനത്തെ നിഴൽ കാഴ്ചകൾ 5ാം ക്ലാസ്സിലെ SCERT പുസ്തകത്തിലെ പാഠമാണ്. ഏറ്റവും പ്രധാനപ്പെട്ട പോയിന്റ്സ് വളരെ വേഗത്തിൽ നമുക്ക് പഠിച്ചെടുക്കാം. എക്സാം ഓറിയൻറ്റഡ് റിവിഷനുമായിട്ട് മാത്രം നിങ്ങൾ എടുത്താൽ മതി. എല്ലാ പോയിന്റ്സും കവർ ചെയ്യുന്നുണ്ട്. ക്ലാസ്സിലേക്ക് പോകാം. ഫുൾ സ്ക്രീനിലിട്ട് കാണാൻ മറക്കണ്ട. 5ാം ക്ലാസ്സിലെ 3ാമത്തെ പാഠമാണ് മാനത്തെ നിഴൽ കാഴ്ചകൾ. അപ്പോൾ നമുക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ്സ് മാത്രം നോക്കി പോകാം. അപ്പോൾ ഈ എക്സ്പെരിമെൻറ്റ്, ഈ ഒരു ചിത്രം ഇവിടെ തന്നിരിക്കുന്നത്, അതിൽ നിന്ന് ഒരു പോയിന്റാണ് നമുക്ക് പഠിക്കാനുള്ളത്. പ്രകാശം നേർരേഖയിൽ സഞ്ചരിക്കുന്നു. പ്രകാശം നേർരേഖയിൽ സഞ്ചരിക്കുന്നു എന്നുള്ള പോയിന്റ് എസ്റ്റാബ്ലിഷ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു എക്സ്പെരിമെൻറ്റ് ഇവിടെ തന്നേക്കുന്നത്. അപ്പോൾ പഠിക്കേണ്ട പോയിന്റ് എന്താ? പ്രകാശം നേർരേഖയിലാണ് സഞ്ചരിക്കുന്നത്. അടുത്തതിലേക്ക് പോകാം. വസ്തുക്കളെ തരംതിരിച്ചിട്ടുണ്ട്. പ്രകാശം കടത്തിവിടുന്നവയെന്നും പ്രകാശം കടത്തിവിടാത്തവയെന്നും. അപ്പോൾ നമുക്ക് നോക്കാം. പ്രകാശത്തെ പൂർണ്ണമായും കടത്തിവിടുന്ന വസ്തുക്കളെയാണ് സുതാര്യ വസ്തുക്കൾ, ട്രാൻസ്പെറൻറ്റ് ഒബ്ജക്ട്സ് എന്ന് പറയുന്നത്. പ്രകാശത്തെ പൂർണ്ണമായും കടത്തിവിടുന്ന വസ്തുക്കളെയാണ് സുതാര്യ വസ്തുക്കൾ എന്ന് പറയുന്നത്. പ്രകാശത്തെ കടത്തിവിടാത്ത വസ്തുക്കളെയാണ് അതാര്യ വസ്തുക്കൾ എന്ന് പറയുന്നത്. എന്നാൽ പ്രകാശത്തെ ഭാഗികമായി കടത്തിവിടുന്ന വസ്തുക്കളെ അർദ്ധധാര്യ വസ്തുക്കൾ, ട്രാൻസ്ലൂസൻറ്റ് ഒബ്ജക്ട്സ് എന്ന് പറയും. അപ്പോൾ 3 നമ്മൾ പഠിച്ചത്. ട്രാൻസ്പെറൻറ്റ് ഒബ്ജക്ട്സ് എന്താ? അതായത് സുതാര്യ വസ്തുക്കൾ, പ്രകാശത്തെ പൂർണ്ണമായും കടത്തിവിടുന്ന വസ്തുക്കളെയാണ് ട്രാൻസ്പെറൻറ്റ് ഒബ്ജക്ട്സ് എന്ന് പറയുന്നത്. അതാര്യ വസ്തുക്കൾ, ഒപ്പേക്ക് ഒബ്ജക്ട്സ്, അതായത് പ്രകാശം കടത്തിവിടാത്ത വസ്തുക്കളുടെ ഉദാഹരണം നോക്കിക്കേ. മരം, കല്ല്, ലോഹങ്ങളൊക്കെ അതാര്യ വസ്തുക്കളാണ്. സുതാര്യ വസ്തുക്കൾ, ട്രാൻസ്പെറൻറ്റ് ഒബ്ജക്ട്സ് എന്തൊക്കെയാണ്? ശുദ്ധജലം, ഗ്ലാസ്, വായു ഒക്കെ സുതാര്യ വസ്തുക്കളാണ്, ട്രാൻസ്പെറൻറ്റ് ഒബ്ജക്ട്സ് ആണ്. അർദ്ധധാര്യ വസ്തുക്കൾ, അതായത് ട്രാൻസ്ലൂസൻറ്റ് ഒബ്ജക്ട്സ് എന്താണ്? മെഴുകു പേപ്പർ, പ്ലാസ്റ്റിക് ഷീറ്റ്, ഗ്രൗണ്ട് ഗ്ലാസ്. അപ്പോൾ ഇതൊക്കെ അർദ്ധധാര്യ വസ്തുക്കളാണ്. മെഴുകു പേപ്പർ, പ്ലാസ്റ്റിക് ഷീറ്റ്, ഗ്രൗണ്ട് ഗ്ലാസ് ഒക്കെ അർദ്ധധാര്യ വസ്തുക്കളാണ്. അപ്പോൾ ഈ ടെക്സ്റ്റിൽ ചില ചോദ്യങ്ങൾ തന്നിട്ടുണ്ട്. നമുക്ക് അതും കൂടി ഉത്തരം പഠിച്ചു പോകാം. ഖരപദാർത്ഥങ്ങളെല്ലാം അതാര്യ വസ്തുക്കളാണോ? ഖരപദാർത്ഥങ്ങളെല്ലാം അതാര്യ വസ്തുക്കളാണോ? അല്ല. ചില ഖരവസ്തുക്കൾ അതാര്യങ്ങളും ചിലത് സുതാര്യങ്ങളുമാണ്. സുതാര്യങ്ങളായ ദ്രാവകങ്ങളില്ലേ? 2ാമത്തെ ചോദ്യം. ഉണ്ട്. വെള്ളം, ശുദ്ധമായ വെളിച്ചെണ്ണ, ഗ്ലിസറിൻ ഒക്കെ സുതാര്യമായ ദ്രാവകങ്ങളാണ്. അടുത്ത ചോദ്യം. അതാര്യ ദ്രാവകങ്ങളില്ലേ? അതാര്യ ദ്രാവകങ്ങളില്ലേ? ഉണ്ട്. പക്ഷേ വളരെ കുറച്ച് മാത്രമേ ഉള്ളൂ അതാര്യ ദ്രാവകങ്ങൾ. മിക്കവാറുമുള്ള ദ്രാവകങ്ങൾ സുതാര്യവും ബാക്കിയുള്ളവ അർദ്ധധാര്യങ്ങളുമായിരിക്കും. അതാര്യ ദ്രാവകങ്ങൾ വളരെ കുറവാണ്. പാല്, ചായ തുടങ്ങിയവയൊക്കെ അർദ്ധധാര്യങ്ങളിൽ പെടുന്നവയാണ്. അടുത്ത ചോദ്യം. ദ്രാവകങ്ങളിൽ അർദ്ധധാര്യങ്ങളുണ്ടോ? അത് നമ്മൾ ഇപ്പോൾ പറഞ്ഞ ഉത്തരം തന്നെ. വാതകങ്ങൾ പൊതുവെ സുതാര്യങ്ങളല്ലേ? വാതകങ്ങൾ പൊതുവെ സുതാര്യങ്ങളല്ലേ? വാതകങ്ങൾ പൊതുവെ സുതാര്യങ്ങളാണ്. എല്ലാ ഗ്യാസുകളും സുതാര്യങ്ങളാണ്. ഓക്സിജൻ, നൈട്രജൻ തുടങ്ങിയവയൊക്കെ സുതാര്യങ്ങളാണ്. വായു, ചില്ല് തുടങ്ങിയവ അതാര്യമാണെങ്കിൽ എന്ത് സംഭവിക്കും? ചില്ല്, വായു ഒക്കെ അതാര്യമായിരുന്നെങ്കിൽ എന്ത് സംഭവിക്കും? നമ്മുടെ കാഴ്ച മറയും. നമുക്ക് കാണാൻ പറ്റത്തില്ല അല്ലേ? വായുവും ചില്ലും ഒക്കെ അതാര്യമായിരുന്നെങ്കിൽ നമ്മുടെ കാഴ്ച മറയും. അതാര്യ വസ്തുക്കളുടെ ഉപയോഗവും ആവശ്യകതയും നിത്യജീവിതത്തിൽ ഉണ്ടോ? അതാര്യ വസ്തുക്കളുടെ ഉപയോഗവും ആവശ്യകതയും നിത്യജീവിതത്തിൽ വാതിലുകൾ, ഭിത്തികൾ, പേപ്പർ, വസ്ത്രങ്ങൾ, ഇതൊക്കെ സുതാര്യമായിരുന്നെങ്കിൽ നമ്മൾ എന്ത് ചെയ്തേനെ? ഇതൊക്കെ അതാര്യ വസ്തുക്കളാണ്. അതിൻ്റെയൊക്കെ നിത്യജീവിതത്തിലെ ഉപയോഗം നിങ്ങൾ തന്നെ ചിന്തിച്ച് നോക്കല്ലേ. വാതിലുകൾ, ഭിത്തികൾ, പേപ്പർ, വസ്ത്രങ്ങളൊക്കെ നമ്മുടെ ജീവിതത്തിൽ അതാര്യ വസ്തുക്കളുടെ ഉപയോഗത്തിൽ പെടുന്നവയാണ്. ഇനി അടുത്ത പോർഷനാണ് നിഴലുകൾ. അതിനകത്ത് അതാര്യ വസ്തുക്കൾക്ക് നിഴലുണ്ടാക്കാൻ കഴിയും. അതാര്യ വസ്തുക്കൾക്ക് നിഴലുണ്ടാക്കാൻ കഴിയും. അടുത്ത പോയിന്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് നോക്കാം. ആകാശഗോളങ്ങൾക്കും നിഴലുകൾ. ഓക്കെ. ഭൂമിയിൽ സൂര്യപ്രകാശം പതിക്കുന്നത് നോക്കൂ. നമുക്ക് ഇങ്ങോട്ടൊന്ന് സൂര്യഗ്രഹണം പഠിക്കാം. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് മാത്രം പഠിച്ച് നമുക്ക് പോവാം. സൂര്യഗ്രഹണം. സൂര്യനും ഭൂമിക്കുമിടയിൽ ചന്ദ്രൻ നേർരേഖയിൽ വരുമ്പോൾ ഭൂമി ചന്ദ്രൻ്റെ നിഴൽ പാതയിൽ വരും. അപ്പോൾ ചന്ദ്രൻ്റെ നിഴൽ ഭൂമിയിൽ പതിക്കുന്നു. നിഴൽ പതിയുന്ന പ്രദേശത്ത് നിന്ന് നോക്കുമ്പോൾ സൂര്യനെ കാണാൻ സാധിക്കുന്നില്ല. ഇതാണ് സൂര്യഗ്രഹണം. അപ്പോൾ നോക്കിക്കേ. ഭൂമി, സൂര്യൻ, ഇതിൻ്റെ പാതയിൽ എന്ത് വരും? ചന്ദ്രൻ നേർരേഖയിൽ വരും. ചന്ദ്രൻ നേർരേഖയിൽ വരുമ്പോൾ ഭൂമി ചന്ദ്രൻ്റെ നിഴൽ പാതയിൽ വരും. അപ്പോൾ ചന്ദ്രൻ്റെ നിഴൽ ഭൂമിയിൽ പതിക്കും. ആ സമയത്ത് ഇവിടെ നിന്ന് നോക്കുമ്പോൾ, ഈ നിഴൽ പതിക്കുന്ന പ്രദേശത്ത് നിന്ന് നോക്കുമ്പോൾ സൂര്യനെ കാണാൻ സാധിക്കത്തില്ല. സൂര്യൻ മറയപ്പെടുന്നു. അതാണ് സോളാർ എക്ലിപ്സ്, സൂര്യഗ്രഹണം എന്ന് പറയുന്നത്. അടുത്തത് നോക്കാം. ചന്ദ്രഗ്രഹണം. ചന്ദ്രഗ്രഹണം. ഭൂമിയുടെ നിഴലിൽ ചന്ദ്രൻ വരുന്നു. ആ സമയത്ത് ചന്ദ്രനെ കാണാൻ സാധിക്കുന്നില്ല. അതാണ് ചന്ദ്രഗ്രഹണം എന്ന് പറയുന്നത്. സൂര്യൻ, ഭൂമി, ചന്ദ്രൻ. ഭൂമിയുടെ നിഴലിൽ ആര് വരുന്നു? ചന്ദ്രൻ വരുന്നു. ആ സമയത്ത് ചന്ദ്രനെ കാണാൻ സാധിക്കുന്നില്ല. മറ്റേത് സൂര്യനെ കാണാൻ നമുക്ക് സാധിക്കില്ല.
ഇതിനകത്ത് ചന്ദ്രഗ്രഹണത്തിൽ ചന്ദ്രനെ കാണാൻ സാധിക്കില്ല. അതാണ് ചന്ദ്രഗ്രഹണം എന്ന് പറയുന്നത്. അപ്പോൾ കുറച്ച് ചോദ്യങ്ങളൂടെ പഠിച്ചു പോകാം. പ്രകാശം നേർരേഖയിൽ സഞ്ചരിക്കുന്നു. പ്രകാശത്തെ പൂർണ്ണമായും കടത്തിവിടുന്ന വസ്തുക്കളെ സുതാര്യ വസ്തുക്കൾ എന്ന് പറയുന്നു. പ്രകാശത്തെ ഭാഗികമായി കടത്തിവിടുന്ന വസ്തുക്കളെ അർദ്ധധാര്യ വസ്തുക്കൾ എന്ന് പറയുന്നു. പ്രകാശത്തെ കടത്തിവിടാത്ത വസ്തുക്കളെ അധാര്യ വസ്തുക്കൾ എന്ന് പറയുന്നു. ഭൂമിയിൽ ഒരു വശത്ത് പകലായിരിക്കുമ്പോൾ മറുവശത്ത് രാത്രി ആയിരിക്കാനുള്ള കാരണം എന്താണ്? ഭൂമി അധാര്യ വസ്തു ആയതുകൊണ്ടാണ്. സൂര്യൻ, ഭൂമി ഇവയ്ക്കിടയിൽ ചന്ദ്രൻ നേർരേഖയിൽ വരുമ്പോൾ എന്താണ് സംഭവിക്കുന്നത്? സൂര്യഗ്രഹണം. ഭൂമി ചന്ദ്രൻ്റെ നിഴൽപാതയിൽ വരുന്നതും ചന്ദ്രൻ്റെ നിഴൽ ഭൂമിയിൽ പതിക്കുന്ന പ്രദേശത്ത് നിന്ന് നോക്കുമ്പോൾ സൂര്യനെ കാണാതിരിക്കുകയും ചെയ്യുന്നതിനുള്ള കാരണം എന്താണ്? സൂര്യഗ്രഹണം. ഭൂമിയുടെ നിഴൽ ചന്ദ്രനിൽ വന്നാൽ ചന്ദ്രനെ കാണാൻ കഴിയാതെ വരുന്ന അവസ്ഥയെ എന്തു പറയുന്നു? ചന്ദ്രഗ്രഹണം എന്ന് പറയുന്നു. സൂര്യനും ചന്ദ്രനും ഇടയിൽ ഭൂമി നേർരേഖയിൽ വരുമ്പോൾ എന്താണ് സംഭവിക്കുന്നത്? ചന്ദ്രഗ്രഹണം. ചന്ദ്രഗ്രഹണം സംഭവിക്കുന്നത് ഏത് സമയത്താണ്? രാത്രി സമയത്ത്. സൂര്യഗ്രഹണം ദൃശ്യമാകുന്നത് പകൽ സമയത്ത്. വളരെ ചെറിയൊരു ടോപ്പിക്കാണ്. ഇത്രയും ചോദ്യങ്ങൾ മാത്രം പഠിച്ചാൽ മതി. പ്രകാശം നേർരേഖയിൽ സഞ്ചരിക്കുന്നു. സുതാര്യ വസ്തുക്കൾ എന്താണ്? അർദ്ധധാര്യ വസ്തുക്കൾ എന്താണ്? അധാര്യ വസ്തുക്കൾ എന്താണ്? അതുപോലെ സൂര്യഗ്രഹണം, ചന്ദ്രഗ്രഹണം. ഇത്രയും വളരെ കുറച്ച് ചോദ്യങ്ങളുള്ള ഒരു ചാപ്റ്ററാണ്. അപ്പോൾ അടുത്ത പാഠഭാഗവുമായി വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഉപകാരപ്രദമായ ലൈക്ക് ചെയ്യാൻ മറക്കണ്ട.